വണക്കം അമ്മ. കാലത്തെ പിള്ളേർക്ക് കുറച്ച് റൊട്ടി വാങ്ങിക്കാൻ ഇറങ്ങിയതാ. മേനോൻ ചേട്ടന് തമ്പുരു ഇടാൻ അറിയാമോ? താഴ്ത്തിടാനോ? അതല്ല, തമ്പുരു മീട്ടാൻ അറിയാമോന്ന്. അമ്മ പറഞ്ഞാ പിന്നെ ഇവനറിയാം. സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇതൊന്നും പഠിച്ചുണ്ടാക്കാവുന്നതല്ല അമ്മ, ഇതൊരു മുജ്ജന്മവാസനയല്ലേ. എന്റെ വിരലൊന്ന് മുറിഞ്ഞു. അയ്യോ എന്റെ ഗുരുവായൂരപ്പ, ഇതെന്ത് പറ്റി? ഈ വിരല് കുഞ്ഞെ സൂക്ഷിക്കണം. ഈ വിരല് കൊണ്ട് തമ്പുരു ഇടണ്ട. ശങ്കര, നീ ഒന്ന് കൂടെ ചെല്ലേ. അമ്മ എന്നാട്ടെ. പണ്ടൊക്കെ ശങ്കരൻ തെങ്ങയിലാന്നായിരുന്നു ചൊല്ല്. ഇപ്പതേ മേനോനാ തെങ്ങയില്. എന്ത് ചെയ്യാം, റൊട്ടി വാങ്ങിക്കൽ വീണ്ടും നമ്മുടെ തലയിൽ തന്നെ. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ആരോടും പറയാതാ ഞാൻ പോന്നത്. ഭാമ ഇവിടെ ഉണ്ടാകുമെന്ന് അറിയില്ലായിരുന്നു. ഞാനിവിടെ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് ആരോടും പറയാതെ പോകും അല്ലേ? പോകരുത്. വെറുതെ ഇങ്ങനെ കാണാനെങ്കിലും സാധിക്കുമല്ലോ. സ്വാമിക്ക് സുഖല്ലേ? ആർക്ക്? ഭാമയുടെ ഹസ്ബൻഡിന്. ഒരേ ഗ്രാമത്തിലുള്ളവർ പട്ടണത്തിൽ വെച്ച് കണ്ടുമുട്ടിയാൽ എന്തെങ്കിലും കുശലം പറയണമല്ലോ അല്ലേ? പറയാം. സ്വാമിക്ക് സുഖം. സ്വാമിയുടെ ആദ്യ ഭാര്യ കസ്തൂരി അമ്മാളിനും സുഖം. കാല് രണ്ടും തളർന്ന് ആ നല്ല അക്കായ്ക്ക് മരുന്നും ആഹാരവും കൊടുക്കുന്ന എനിക്കും സുഖം. ഭാമ എന്തായി പറയുന്നത്? കുശലം. ഒരു വലിയ വീട്, അതിനുള്ളിൽ ശ്രുതി ചേർക്കാത്ത തമ്പുരവും മൃദംഗവും, അങ്ങനെ അങ്ങനെ കുറെ അലങ്കാര വസ്തുക്കൾ. കൂട്ടത്തിൽ ഞാനും. കഴുത്തിൽ താലി കെട്ടിയ കച്ചേരി മണിസ്വാമിയുടെ മറ്റൊരു അലങ്കാര വസ്തു. പിന്നെ കുറെ വെപ്പാട്ടികളും. പരമസുഖം. എവിടുന്ന് ഇനി പോകരുത്. ഞാൻ മനസ്സിലാക്കിയ ഈ പട്ടണത്തിൽ തെറ്റുകളും ശരികളുമില്ല. പരിചയക്കാരായി കുറെ ദുസ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താ ഒരു മാറ്റം? ഈ വഴിയിൽ നിന്ന് എന്നോട് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എന്നെ കാണണമെങ്കിൽ എന്റെ ഓഫീസിൽ വരും. ഏതാ ഓഫീസ്?
ഈ സ്വാമിയുടെ കയ്യും കാലും തിരുമി വിഴുങ്ങുന്നതിനിടയ്ക്ക് വല്ലപ്പോഴും തെരുവിലൂടെ ഇറങ്ങി നടക്കണം. ഞാനിപ്പോ ഇങ്ങോട്ട് താമസം മാറ്റി. എവിടേക്ക്? വാസുദേവൻ ഭാഗവതർ താമസിച്ചിരുന്ന വീട്ടിൽ. കുടിയേറിയതാവും. അല്ല, ദരിദ്രരായ വാസനയുള്ള കലാകാരന്മാരെ കഥാപ്രസംഗം പഠിപ്പിക്കാൻ. എന്നെയും കൂട്ടുവോ? ദരിദ്രനാണ്, തെണ്ടീന്ന് വേണമെങ്കിൽ പറയാം. ഉം. വാസന അത് നമുക്ക് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. വൃത്തിയായിട്ട് നടന്നാ പോരെ. ഈ സഹസ്ര സ്വാമിയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നെയും കൂട്ടില്ലേ പ്ലീസ്? ആ, അങ്ങനെ വഴിക്കുക. താനെന്നെ തന്നെ ഇതിനും മേലെ ഇവിടെ തന്നെ കൂടുക. താനെന്നെ തന്നെ കൂടിക്കോ. എടാ ജോസഫ്, എന്തേ? எங்க போன? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. அந்த அதிக பிரசங்கியோட நீ பேசிக்கிட்டு இருந்ததெல்லாம் நான் கேட்டுக்கிட்டு தான் இருந்தேன். എല്ലാം കേട്ടോ? பாட்டோட ആഹാ. இதுதான் பாட்டு இல்லையாடா ஜோசப்? അങ്ങനത്തെ പാട്ടുണ്ട് ഇത്ര. ഗേറ്റ് വന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നോ? ഓടാ മുത്തുകൃഷ്ണങ്കെ ഉള്ള ഇருக்கு. അവനെന്താ ഉള്ളിലൊരു രഹസ്യം? ഇനി അറിയിച്ചിട്ട് ഒരു കാര്യവുമില്ല. അച്ഛൻ മരിച്ച വിവരം അറിയിക്കാതിരിക്കുന്നത് മഹാപാപമാണ്. ശങ്കരൻ ഇവിടെയുള്ള വിവരം ആർക്കും അറിയില്ല. ഭാമ, നീ നാളെ ശങ്കരനെ വിവരം അറിയിക്കണം. അക്ക, ഭാഗവതർ മരിച്ച വിവരം ശങ്കരനോട് ഞാനിങ്ങനെ... ആ കുടുംബം ആകെ തകർന്നു പോയമ്മ. ഭാമ, ശങ്കരനെ നീ പറഞ്ഞ് സമാധാനിപ്പിക്കണം. അങ്ങനെ എല്ലാവർക്കും തിരിഞ്ഞൊരു ബന്ധമല്ലേ? സ്വാമിയുടെയും ഭാമാവുടെയും കല്യാണത്തിക്ക് അപ്പുറന്താ ശങ്കരൻ ഗ്രാമം വിട്ടത്. ഗ്രാമത്തില് അസ്തു പുസ്കുന്ന് ഒരു മാതിരി ഒരു പേച്ച്. ശങ്കരൻ ഡയറക്റ്റാ ഇങ്ങത്താ വന്നേ. ഇപ്പൊ നമ്മ സ്കൂളിലെ പിള്ളകളെ സംഗീതം പഠിക്ക വെക്കത് രണ്ടുപേരും ചേർന്നതാ. ആനാ എനക്കൊരു സന്ദേഹം. സ്വാമി കൊഞ്ചം ഗവനിപ്പ് വെച്ചേക്കണം. വണക്കം സ്വാമി. നിനക്കെന്താ അകത്തൊരു രഹസ്യം? ഒന്നുമില്ല സ്വാമി. അടുത്ത അവധിക്ക് വാടക മുഴുവൻ പിരിച്ചു കിട്ടണം. ശ്രീങ്ക, നീ ഇങ്ങോട്ട് വരണമെന്നില്ല, ഇവന്റെ കൊടുത്തു വിട്ടാ മതി. സഹസ്രനാമയോട് പറഞ്ഞേക്ക് ആരെയും ചവിട്ടി പുറത്താക്കേണ്ടി വരരുതെന്ന്. ശ്രീങ്ക. നീ ഒന്നും കഴിക്കുന്നില്ലേ? വേണ്ടക്ക. അക്ക, സ്വാമിക്ക് എന്തോ സംശയമുള്ളത് പോലെ. ഏയ്, നിന്റെ തോന്നല. പോയിട്ട് വാ. അക്ക, എനിക്കൊന്നും അറിഞ്ഞൂടാ. സമാധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് ശങ്കരനെ മനസ്സിലാക്കണം. ഞാൻ എങ്ങനെ പറയണം? പറഞ്ഞേ പറ്റൂ. ശരിയക്ക. ഭാമ, ഒരു വീൽ ചെയറിൽ തളർന്ന ശരീരവും ഉറച്ച മനസ്സുമായി കസ്തൂരി എന്നൊരു സഹോദരി കൂടി ഇവിടെ ഉണ്ടെന്ന് ശങ്കരനോട് പറയണം. വാസുദേവൻ ഭാഗവതരെ അറിയോ? അറിയോ? അറിയും. അയാൾ മരിച്ചു. അയാളുടെ മകൻ ശങ്കരൻ ഞാനറിയാതെ നമ്മുടെ സ്കൂളിൽ ഒളിച്ചു താമസിക്കുന്നുണ്ട്. അച്ഛൻ മരിച്ചെന്ന് അവനോടൊന്ന് പറഞ്ഞേക്ക്. കരയരുത്, സമാധാനിക്കണം എന്ന് പറയാന് എനിക്കറിയൂ. ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈ നിമിഷം വരെ. എന്നിട്ടും എന്നെ ഒറ്റപ്പെടുത്തി എല്ലാരും പോകുന്നു. ഞാൻ ഒരിക്കലും അങ്ങേ ഒറ്റപ്പെടുത്തിയിട്ടില്ല എന്റെ ദൈവമേ. എന്നെ വിട്ടിട്ട് പോകാതിരുന്നാ മതി. ഇവിടുന്ന് പോകരുത് ശങ്കരനെ, ഇവിടുന്ന് പോകരുത്. അലച്ചേരാൻ നിന്റെ തന്തസാമിയാണ് കേട്ടത്.
ചേട്ടിലടി സ്വാമി ആ പോവാ അവിടുന്ന് ആരൊക്കെ അതിന് കൂട്ട് വയ്ക്കുന്നേ സ്വാമി മിണ്ടി പോവരുത്. എവിടെയാ തേവിടിച്ചി